ഇന്ന് നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന ചാപ്റ്ററിൽ മൂന്നാമത്തെ സെഷനാണ് ചെയ്യുന്നത്. സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫോം ചെയ്യുകയും അതേപോലെ തന്നെ അതിന്റെ ഫ്യൂഷനും നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ അതിന്റെ ഫ്യൂഷനെ നമ്മൾ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ആണ് സെക്ഷൽ റീപ്രൊഡക്ഷനിലെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഈവന്റ് കേട്ടോ. അതേപോലെ തന്നെ ഈ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ചിലപ്പോൾ ഓരോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെയായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് ബൈസെക്ഷൽ ഓർഗാനിസം അല്ലെങ്കിൽ ഹെർമാഫ്രോഡൈറ്റ്. ഇതിന്റെ പ്ലാന്റ്സിന്റെ കേസിലൊക്കെയാണ് നമ്മൾ മൊണീഷ്യസ് എന്ന് പറയും, ഹെർമാഫ്രോഡൈറ്റ് എന്ന് പറയും. ആനിമൽസ് ബൈസെക്ഷൽ ആണെങ്കിൽ അല്ലേ. അപ്പൊ അങ്ങനത്തെ ഓർഗാനിസത്തിൽ ഓരോ ഓർഗാനിസത്തിൽ നിന്ന് തന്നെ ഒരു ഇൻഡിവിജ്വലിൽ നിന്ന് തന്നെയായിരിക്കും ബോത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ രണ്ട് ഡിഫറെന്റ് ഇൻഡിവിജ്വലിൽ നിന്നായിരിക്കും, അതായത് ഓപ്പോസിറ്റ് സെക്സിലുള്ള ഒന്ന് മെയിലും ഒന്ന് ഫീമെയിലും ആയിട്ടുള്ള ഓർഗാനിസത്തിൽ നിന്നായിരിക്കും മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ രണ്ട് ഗ്യാമീറ്റ്സും ഫ്യൂസ് ചെയ്തിട്ട് അത് സൈഗോട്ട് ആയിട്ട് ഫോം ചെയ്യും. ഈ സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു പുതിയ ഓർഗാനിസം ആയിട്ട് മാറുന്നത്. ഓക്കെ, ഇതൊരു ഇലാബറേറ്റ് പ്രോസസ്സാണ്, കോംപ്ലക്സ് പ്രോസസ്സാണ്, സ്ലോ പ്രോസസ്സാണ് ആസ് കമ്പയർഡ് ടു അസെക്ഷൽ റീപ്രൊഡക്ഷൻ. അസെക്ഷൽ റീപ്രൊഡക്ഷനെ കമ്പയർ ചെയ്യുമ്പോൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു ഇലാബറേറ്റ്, കോംപ്ലക്സ് ആൻഡ് സ്ലോ പ്രോസസ്സാണ് കേട്ടോ. വളരെ പതുക്കെ നടക്കുന്ന കോംപ്ലക്സ് ഇലാബറേറ്റ് പ്രോസസ്സാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് സൈഗോട്ട് ഉണ്ടാകുന്നത്. സൈഗോട്ട് ഡെവലപ്പ് ചെയ്തിട്ടാണ് ഒരു കംപ്ലീറ്റ് ഓർഗാനിസം ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ മെയിൽ ഗ്യാമീറ്റും ഫീമെയിൽ ഗ്യാമീറ്റും ഫ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അതിന്റെ ഓസ്പ്രിങ്, അതിന്റെ കുഞ്ഞുണ്ടാവുന്നത് പേരന്റിന് ഐഡന്റിക്കൽ ആയിരിക്കില്ല. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ തമ്മിലും വ്യത്യാസം ഉണ്ടാവും, അതായത് വേരിയേഷൻ കാണിക്കും. ഈ വേരിയേഷന്റെ ഒരു കാരണം എന്താന്ന് വെച്ചാൽ ഗ്യാമീറ്റ് ഫോം ചെയ്യാൻ വേണ്ടി മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നത് ഒരു റീസൺ ആണ്. ഓക്കെ, നമ്മൾ മിയോസിസ് കഴിഞ്ഞ 11th ക്ലാസ്സിൽ നമ്മൾ മിയോസിസ് പഠിച്ചപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? അതിന്റെ പ്രോഫേസ് 1 സ്റ്റേജിൽ നമുക്ക് 5 സ്റ്റേജ് ഉണ്ട്. ലെപ്റ്റോട്ടീൻ, സൈഗോട്ടീൻ, പാക്കറ്റീൻ, ഡിപ്ലോട്ടീൻ, ഡയാകൈനസിസ് എന്ന് പറഞ്ഞിട്ട് 5 സ്റ്റേജസ് ഇല്ലേ? അതിന്റെ അകത്ത് പാക്കറ്റീൻ സ്റ്റേജിൽ റീകോമ്പിനേസ് എൻസൈം വന്നിട്ട് റീകോമ്പിനേഷൻ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ നടക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ ക്രോസിംഗ് ഓവർ കൊണ്ട് അല്ലെങ്കിൽ ആ റീകോമ്പിനേഷൻ കൊണ്ട് വേരിയേഷൻ ഉണ്ടാവാം. അതേപോലെ തന്നെ രണ്ട് വ്യത്യസ്തമായ ഓർഗാനിസത്തിൽ നിന്ന് ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടാവും? ഈ പറയുന്ന വേരിയേഷൻ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് നമുക്ക് പറയാം സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്പ്രിങ്സ് ഒരിക്കലും ക്ലോൺസ് അല്ല. ഓസ്പ്രിങ്സ് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. അതേപോലെ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓസ്പ്രിങ്സ് പേരന്റ്സിൽ നിന്നും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പൊ ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. സെക്ഷൽ റീപ്രൊഡക്ഷൻ. Sexual reproduction involves formation of the male and female gametes either by the same individual or by different individuals of the opposite sex. These gametes fuse to form the zygote which develop to form the new organism. It is an elaborate, complex and slow process as compared to asexual reproduction. Because of the fusion of male and female gametes, sexual reproduction results in offspring that are not identical to the parents or among themselves. Okay, ഇനി നമുക്ക് അടുത്ത പാരഗ്രാഫ് നോക്കാം. നമ്മൾ പ്ലാന്റ്സിനെയും ആനിമൽസിനെയും അതുപോലെ ഫംഗസ് അങ്ങനെ ഡൈവേഴ്സ് ഓർഗാനിസത്തിനെ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യുമ്പോൾ അവരെല്ലാം അവരുടെ എക്സ്റ്റേണൽ മോർഫോളജിയിലും ഇന്റേണൽ സ്ട്രക്ചറിലും ഒക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട് അല്ലെ. അവരുടെ എക്സ്റ്റേണൽ മോർഫോളജിയും ഇന്റേണൽ സ്ട്രക്ചറും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ട്. ഫിസിയോളജിയിൽ വ്യത്യാസമുണ്ട്. പക്ഷേ ആ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വരുമ്പോൾ, അവരുടെ സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ വരുമ്പോൾ അവര് ഒരു സിമിലർ പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. എല്ലാ ഓർഗാനിസത്തിന്റെയും സെക്ഷൽ മോഡ് ഓഫ് റീപ്രൊഡക്ഷൻ ഫോളോ ചെയ്യുന്നത് സിമിലർ പാറ്റേൺ ആണ്. അതായത് ആ ഓർഗാനിസം മെച്യൂരിറ്റി എത്തണം, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എത്തണം, ഗ്യാമീറ്റ് ഫോം ചെയ്യണം, ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്യണം, സൈഗോട്ട് ഉണ്ടാവണം, സൈഗോട്ട് ഡെവലപ്പ് ആവണം. അപ്പൊ ആ ഒരു പാറ്റേൺ ഓഫ് റീപ്രൊഡക്ഷൻ എല്ലാ ഓർഗാനിസത്തിലും ഒരേപോലെ തന്നെയായിരിക്കും കേട്ടോ. അതിനകത്ത് നമുക്ക് കുറച്ച് വാട്ട് ഫീച്ചേഴ്സ് ആർ കോമൺ ടു ദീസ് ഡൈവേഴ്സ് ഓർഗാനിസം, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്ന ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗാനിസത്തിലെ സെക്ഷൽ റീപ്രൊഡക്ഷന് ബദലായിട്ട് കോമൺ ആയിട്ടുള്ളതെന്നാണ് നമ്മൾ ഇനി നോക്കുന്നത്. ഓക്കെ,
എല്ലാ ഓർഗാനിസവും ഒരു പർട്ടിക്കുലർ സ്റ്റേജ് ഓഫ് ദെയർ ഗ്രോത്തിൽ എത്തണം, അത് മെച്യൂരിറ്റി എത്തണം. എന്തിനു വേണ്ടിയിട്ട്? സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യാനുള്ള കപ്പാസിറ്റി അറ്റൈൻ ചെയ്യാനായിട്ട് കേട്ടോ. ഓൾ ഓർഗാനിസം ഹാവ് ടു റീച്ച് എ സർട്ടൺ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ആൻഡ് മെച്യൂരിറ്റി ഇൻ ദെയർ ലൈഫ് ബിഫോർ ദേ ക്യാൻ റീപ്രൊഡ്യൂസ് സെക്ഷുവലി. സെക്ഷുവലി റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുമ്പ് അവർ ഫസ്റ്റ് മെച്യൂരിറ്റി എത്തണം. അപ്പൊ മെച്യൂരിറ്റി എത്തണ വരെയുള്ള ആ പീരിയഡ് ഓഫ് ഗ്രോത്തിന് നമ്മൾ പറയുന്നത് ജുവനൈൽ ഫേസ് എന്നാണ്. ആനിമൽസിന്റെ കേസിൽ, പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിൽ നമ്മൾ അതിനെ വെജിറ്റേറ്റീവ് ഫേസ് എന്ന് റെപ്രസെന്റ് ചെയ്യും. ഓക്കെ, ഓരോ ഓർഗാനിസത്തിലും ഈ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസിന്റെ ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്കറിയാലോ, ഓരോ ഓർഗാനിസവും ഡിഫറെന്റ് ലൈഫ് സ്പാനാണ് കാണിക്കുന്നത്. ഓരോ ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാൻ വ്യത്യാസപ്പെട്ടിരിക്കും അല്ലെ. അപ്പോൾ ഓരോ ഓർഗാനിസത്തിന്റെ ലൈഫ് സ്പാൻ വ്യത്യാസം ഉള്ളതനുസരിച്ച് അവരുടെ മെച്യൂരിറ്റി പീരീഡ്, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ എത്ര സമയം വേണം, മെച്യൂരിറ്റി അറ്റൈൻ ചെയ്താൽ അത് ഏജ്ഡ് ആവാൻ എത്ര സമയം വേണം, അല്ലെങ്കിൽ എത്ര നാളുകൾ വേണം, അതൊക്കെ വേരി ചെയ്യും. വാട്ട് എവർ ഇറ്റ് മേ ബി, എല്ലാ ഓർഗാനിസവും സെക്ഷുവലി മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് അവര് സെക്ഷുവൽ റീപ്രൊഡക്ഷന് റെഡി ആവുള്ളൂ. അപ്പൊ ആ ഒരു പീരീഡ് സെക്ഷുവൽ റീപ്രൊഡക്ഷന് റെഡി ആവുന്നതിന് മുമ്പ് അവർ മെച്യൂരിറ്റി എത്തുന്ന ആ അത്രയും ഡ്യൂറേഷൻ, അവരുടെ ബർത്ത് മുതൽ ആ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന അത്രയും ഡ്യൂറേഷൻ നമ്മൾ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസ് എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നോക്കാം അടുത്ത കേട്ടോ. A study of diverse organisms, plants, animals or fungi show that though they differ so greatly in external morphology, internal structure and physiology, when it comes to sexual mode of reproduction, surprisingly they share a similar pattern. Let us first discuss what features are common to these diverse organisms. All organisms have to reach a certain stage of growth and maturity in their life before they can reproduce sexually. That period of growth is called as juvenile phase in the case of animals. It is known as vegetative phase in the case of plants. This phase is of variable duration in different organisms. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസിന്റെ എൻഡില് ദ റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ ബിഗിനിങ് മാർക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അതായത് റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ ബിഗിനിങ് എന്ന് പറയുന്നത് ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസിന്റെ എൻഡാണ്. ഓക്കെ, നമുക്ക് ഹയർ പ്ലാന്റ്സിന്റെ ഒക്കെ കേസിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാം. എപ്പോൾ അത് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നോ അന്നേരം നമുക്ക് മനസ്സിലാക്കാം ദേ ഹാവ് അറ്റൈൻ ദ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. അപ്പോൾ എത്ര നാള് വേണം ഓരോ പ്ലാന്റിനും അതിന്റെ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്ന് നോക്കിയാൽ മാരിഗോൾഡ്, റൈസ്, വീറ്റ്, കോക്കനട്ട്, മാംഗോ പ്ലാന്റ്, ഇതൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മാരിഗോൾഡിലും റൈസിലും വീറ്റിലും ഒക്കെ ഒരു 3-4 മാസം മതി. കോക്കനട്ടൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷങ്ങളെടുക്കും. മാംഗോയിലും ഒക്കെ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വർഷങ്ങളെടുക്കും സാധാരണയായിട്ട് കേട്ടോ. വൈൽഡ് വെറൈറ്റി മാംഗോ, കോക്കനട്ടിലൊക്കെ കുറച്ച് വർഷങ്ങൾ എടുക്കും അതിന്റെ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ. കണ്ടോ, അപ്പൊ മെച്യൂരിറ്റി, സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന മാരിഗോൾഡിലും റൈസിലും വീട്ടിലും ഒക്കെ പെട്ടെന്ന് എത്തും അല്ലെ. അതേപോലെ തന്നെ ചില പ്ലാന്റ്സിലെ ഫ്ലവറിങ് ഒന്നിൽ കൂടുതൽ പ്രാവശ്യം ഉണ്ടാവും. എന്താണ്, അങ്ങനത്തെ പ്ലാന്റ്സിൽ ഇന്റർ ഫ്ലവറിംഗ് പീരീഡ് ഉണ്ടാവും കേട്ടോ. ആ ഇന്റർ ഫ്ലവറിംഗ് പീരീഡിനെ നമ്മൾ ജുവനൈൽ ഫേസ് മെച്യൂർ ഫേസ് പറയും. സി ഹിയർ ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. ഓരോ ഓർഗാനിസത്തിനും അതിന്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യുന്നത് വരെയുള്ള അതിന്റെ ജുവനൈൽ ഫേസ് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസിന്റെ ഡ്യൂറേഷൻ വ്യത്യാസം ഉണ്ടാവും. റൈസ്, വീറ്റ്, മാരിഗോൾഡ് ഇതൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷത്തിൽ ഒരു ഒറ്റ വർഷം കൊണ്ട് അതിന്റെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യുന്നതാ. അപ്പൊ റൈസ് ഒക്കെ ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേക്കും അത് പൂക്കും. വീറ്റ് അങ്ങനെയൊക്കെ തന്നെയാണ്, പെട്ടെന്ന് പൂക്കും. പക്ഷെ കോക്കനട്ട് ഒക്കെ ആണെങ്കിലോ അതൊരു പെരനിയൽ പ്ലാന്റാ. അത് എന്താ പറയാ, പൂക്കുന്നത് ഒരു കുറച്ച് വർഷങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. മാംഗോ അങ്ങനെ തന്നെ കുറച്ച് വർഷങ്ങൾ അത് വളർന്നതിന് ശേഷം. അപ്പൊ സെക്ഷൽ മെച്യൂരിറ്റി എത്തുന്ന ഓരോ പ്ലാന്റിലും ഓരോ പർട്ടിക്കുലർ ഡ്യൂറേഷൻ ഓഫ് വെജിറ്റേറ്റീവ് ഫേസ് കഴിഞ്ഞതിന് ശേഷം. അതേപോലെ തന്നെയാണ് ആനിമൽസിന്റെ കേസിലാണെങ്കിലും. സി ഹിയർ ഡോഗ്സ്, കൗ, ആൻഡ് അവർക്കൊക്കെ ഒരു 1.5 വയസ്സ് 2 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും. പക്ഷെ ഹ്യൂമൻ ബീങ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ദേ വിൽ അറ്റൈൻ ദ സെക്ഷൽ മെച്യൂരിറ്റി ബൈ 14 ഇയേഴ്സ്. അതുവരെ അവരുടെ ബാല്യകാലാണ് അല്ലെ. ഏകദേശം ആ ഒരു എന്താ പറയാ ടീനേജ് എത്തുക എന്ന് പറയുന്നത് അപ്പൊ 12, 13, 14 ആ ഒരു ഏജ് വരെ അവർക്ക് എന്താണ് അവരുടെ ജുവനൈൽ ഫേസ് ആണ്. അപ്പൊ ജുവനൈൽ ഫേസ് ഓരോ ഓർഗാനിസത്തിലും വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെ ചില പ്ലാന്റ്സിൽ അവരുടെ ലൈഫ് സ്പാനിൽ കുറേ പ്രാവശ്യം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാം.
ഓക്കെ. ആ ഓരോ പ്രാവശ്യം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന്റെ ഇടയിലുള്ള ആ ടൈം ഗ്യാപ്പ് ഉണ്ടല്ലോ, അതിനെ ഇന്റർ ഫ്ലവറിംഗ് പീരീഡ് എന്നാ പറയാം. ആ ഇന്റർ ഫ്ലവറിംഗ് പീരീഡിൽ എന്താ ഈ പ്ലാന്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഫ്ലവർ പ്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ ഫ്രൂട്ടും സീഡും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് ആ പ്ലാന്റ് ആ പർട്ടിക്കുലർ സീസണിൽ ഉണ്ടാകുന്ന ഫ്രൂട്ട്സിനെ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പാണ്. ആ ഒരു പീരീഡിനെയാണ് ഇന്റർ ഫ്ലവറിംഗ് പീരീഡ് എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ജുവനൈൽ ഫേസിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും അവിടെ നടക്കുന്നുണ്ട് കേട്ടോ, ഇന്റർ ഫ്ലവറിംഗ് പീരീഡിൽ. അതുകൊണ്ട് ഇത് ജുവനൈൽ ഫേസ് ആണോ മെച്ചർ ഫേസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ അത് ആ പ്ലാന്റ് വെദർ ദേ ഹാവ് അറ്റൈൻഡ് ദ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഓർ നോട്ട്, വി വിൽ നോട്ട് കം ടു നോ, അല്ലെ? നമുക്ക് അറിയാൻ കഴിയില്ല. കാരണം നമ്മൾ കാണുമ്പോൾ പൂക്കളില്ല എന്ന് വിചാരിച്ചത് പൂക്കൾ ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പീരീഡിനെ ഇന്റർ ഫ്ലവറിംഗ് പീരീഡ് എന്ന് പറയാം. ഇന്റർ ഫ്ലവറിംഗ് പീരീഡ് ശരിക്കും ജുവനൈൽ ഫേസ് പോലത്തെ ഒരു പീരീഡാണ്. അതായത് ജുവനൈൽ ഫേസിൽ ഒരു ഓർഗാനിസം എങ്ങനെയാണോ അതിന്റെ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പ് നടത്തുന്ന അതേപോലെ തന്നെയാണ് ഇന്റർ ഫ്ലവറിംഗ് പീരീഡിൽ ഒരു പ്ലാന്റ് നെക്സ്റ്റ് ഫ്ലവറിംഗിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. ദ എൻഡ് ഓഫ് ജുവനൈൽ ഓർ വെജിറ്റേറ്റീവ് ഫേസ് വിച്ച് മാർക്സ് ദ ബിഗിനിങ് ഓഫ് ദ റീപ്രൊഡക്റ്റീവ് ഫേസ് ക്യാൻ ബി സീൻ ഈസിലി ഇൻ ദ ഹയർ പ്ലാന്റ്സ് വെൻ ദേ കം ടു ഫ്ലവർ. ഹൗ ലോങ് ഡസ് ഇറ്റ് ടേക്ക് ഫോർ മാരിഗോൾഡ്, റൈസ്, വീറ്റ്, കോക്കനട്ട്, mango plants to come to flower? In some plants where flowering occurs more than once, what would you call the interflowering period, juvenile or mature? juvenile എന്ന് പറയാൻ പറ്റില്ല, മെച്ചൂർ എന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ആ ഇന്റർ ഫ്ലവറിംഗ് പീരീഡിൽ ജുവനൈൽ സ്റ്റേജിൽ ഒരു പ്ലാന്റ് എങ്ങനെയാണോ ഫ്ലവറിങ്ങിന് വേണ്ടി തയ്യാറെടുപ്പ് നടത്തുന്ന അതേ രീതിയിൽ തന്നെയായിരിക്കും ഇന്റർ ഫ്ലവറിംഗ് പീരീഡിലും ഈ പ്ലാന്റ് ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് റെഡി ആവുന്നത് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ ഒരു ട്രീനെ, നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു ട്രീനെ നമ്മൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു പർട്ടിക്കുലർ ഏരിയയിലുള്ള ഒരു ഫ്ലവറിനെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും അത് സെയിം മന്തിൽ, ഓരോ ഇയറിൽ സെയിം മന്തിലാണോ അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് കാണാൻ പറ്റും. അതായത് നമുക്കറിയാലോ ജാക്ക് ഫ്രൂട്ട്, മാംഗോ, ആപ്പിൾ, ഇതിനൊക്കെ ഓരോ സീസൺ ഉണ്ട് അല്ലേ? അത് നാച്ചുറൽ ആയിട്ട് ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള പ്ലാന്റിനൊക്കെ ഓരോ സീസൺ ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു പർട്ടിക്കുലർ സീസണിൽ അത് പൂക്കും കായ്ക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം ആ ഒരു സീസൺ വരണം അടുത്ത ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതുകൊണ്ടാണ് വൈ ഡു യു തിങ്ക് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട് എക്സെട്ര ഈ സീസണൽ? അത് സീസണൽ പ്ലാന്റ്സ് ആണ്, സീസണൽ ഫ്രൂട്ട്സ് ആണത്. നമ്മൾ പറയും സീസണൽ ഫ്രൂട്ട്സ് ആണ് നമുക്ക് എപ്പോഴും നല്ലത്, കാരണം ഇൻഡ്യൂസ്ഡ് ആയിട്ടല്ല അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന, നാച്ചുറൽ ആയിട്ട് തന്നെ ഉണ്ടാവുന്നതാണ്. അതാണ് നമ്മുടെ ആരോഗ്യത്തിന് നല്ലതെന്നൊക്കെ അല്ലേ? എന്താ ഈ സീസണൽ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഓരോ പ്ലാന്റും പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പർട്ടിക്കുലർ സീസണിലായിരിക്കും എല്ലാ വർഷത്തിലും. അതാണ് അതിന്റെ സീസണൽ ഫ്രൂട്ട്സ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. അതേപോലെ തന്നെ ചില പ്ലാന്റ്സ് ത്രൂ ഔട്ട് ദ ഇയർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ചില പ്ലാന്റ്സ് ഉണ്ട്. ചിലത് സീസണൽ ഫ്ലവറിംഗ് കാണിക്കുന്ന പ്ലാന്റ്സും ഉണ്ട് കേട്ടോ. അതേപോലെ പ്ലാന്റ്സിനെ നമുക്ക് അതിന്റെ ലൈഫ് സ്പാൻ അനുസരിച്ച് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ആനുവൽ പ്ലാന്റ്, ഒന്ന് ബൈനിയൽ പ്ലാന്റ്, ഒന്ന് പെരണിയൽ പ്ലാന്റ്. ആനുവൽ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷത്തിനുള്ളിൽ അത് വളർന്ന് വലുതായി അതിന്റെ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലോസ് ആയി ഏജ്ഡ് ആയി അത് ചത്തുപോകും. അതാണ് ആനുവൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ബൈനിയൽ ടൈപ്പ് ഓഫ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ അത് ഗ്രോ ചെയ്യുന്ന ഫസ്റ്റ് ഇയറിൽ അത് ഗ്രോ ചെയ്യും. സെക്കൻഡ് ഇയർ ഒക്കെ ആകുമ്പോഴത്തേക്കും, രണ്ടാമത്തെ വർഷം ആകുമ്പോഴത്തേക്കും റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്യും. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് ഒരു പ്രാവശ്യം ഫ്ലവറിങ്ങും ഫ്രൂട്ടിങ്ങും ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പതുക്കെ ഏജിങ് നടക്കും. ഏജിങ് നടന്ന് സെനിസെൻസ് കാണിച്ച് അത് അതിന്റെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ചെയ്യും. അതാണ് ബൈനിയൽ പ്ലാന്റ് എന്ന് പറയുന്നത്. ഈ ആനുവൽ പ്ലാന്റിലും ബൈനിയൽ പ്ലാന്റിലും നമുക്ക് ഒരു ക്ലിയർ കട്ട് വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസെൻസ് സ്പേസ് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവരൊരു പ്രാവശ്യം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വെജിറ്റേറ്റീവ് ഫേസ് അവസാനിച്ചു. എത്ര നാൾ കഴിഞ്ഞപ്പോഴാണ് അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തതെന്നനുസരിച്ച് അത്രയും നാൾ അതിന്റെ വെജിറ്റേറ്റീവ് ഫേസ് ആണ്. അതേപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് സ്റ്റേജും നമുക്കറിയാൻ പറ്റും. കാരണം റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് നമ്മൾ നോക്കുമ്പോൾ ആ പ്ലാന്റിന് റീപ്രൊഡക്റ്റീവ് സ്റ്റേജ് ആണെങ്കിൽ അതിന് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ സെനിസെന്റ് ഫേസും നമുക്ക് അറിയാൻ പറ്റും. കാരണം ഫ്ലവേഴ്സും ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ ഉണ്ടായതിനു ശേഷം പതുക്കെ പ്ലാന്റ് അതിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റി ഒക്കെ സ്ലോ ഡൗൺ ചെയ്ത് അത് എന്താ പറയുക അതിന്റെ ലൈഫ് സ്പാൻ കംപ്ലീറ്റ് ആക്കാൻ പോകുന്ന ഒരു സ്റ്റേജ് നമുക്ക്
കണ്ടാൽ മനസ്സിലാവും. പക്ഷേ പെരണിയൽ പ്ലാന്റ്സിന്റെ കേസിൽ നമുക്കറിയാലോ, പെരണിയൽ പ്ലാന്റ്സിന്റെ കേസിൽ ഇത് എല്ലാം ക്ലിയർ ആയിട്ട് ഡിഫൈൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്നീ കൂടുതൽ വർഷം ജീവിച്ചിരിക്കുന്ന പ്ലാന്റ് ഒന്നുപോലെ ത്രൂ ഔട്ട് അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടാവും, അതല്ലെങ്കിൽ സീസണലി ആയിരിക്കും അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. സാധാരണയായിട്ട് സീസണലി ആണ് അവർ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുക. അതാണ് ഇത് ഇവിടെ കണ്ടത്. അതായത് ഇന്റർ ഫ്ലവറിംഗ് പീരീഡ്, ഒരു പ്രാവശ്യം ഒരു സീസണിൽ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അടുത്ത സീസണിലേക്കുള്ള തയ്യാറെടുപ്പ്, ആ ഒരു സ്റ്റേജിലാണ് നമ്മൾ ആ പ്ലാന്റിനെ കാണുന്നെങ്കിൽ നമുക്കറിയില്ല വെദർ ദേ ഹാവ് റിയലി അറ്റൈൻ ദ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി വൺസ് ഓർ നോട്ട്. ഒരു പ്രാവശ്യം അവർ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത് ഫ്ലവേഴ്സും ഫ്രൂട്ട്സും ഒക്കെ ഉണ്ടാക്കിയതാണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിഫറൻഷിയേറ്റ് ദ വെജിറ്റേറ്റീവ്, റീപ്രൊഡക്റ്റീവ് ആൻഡ് സെനിസെന്റ് ഫേസ് ഓഫ് ദ പെരനിയൽ സ്പീഷീസ് കേട്ടോ. അപ്പൊ ഈ ഡിഫറെന്റ് സ്റ്റേജ് ഓഫ് ദെയർ ലൈഫ് സൈക്കിൾ ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്ന ആനുവൽ പ്ലാന്റിലും ബൈനിയൽ പ്ലാന്റിലും. പെരനിയൽ പ്ലാന്റിൽ അത് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ. അതേപോലെ ചില പെരനിയൽ പ്ലാന്റ്സ് അൺയൂഷ്വൽ ഫ്ലവറിംഗ് ഫിനോമിനോൺ കാണിക്കുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് ചോദിച്ചാൽ ബാംബൂ സ്പീഷീസ് വന്നിട്ട് അവരൊരു പെരനിയൽ പ്ലാന്റ് ആണ്. ബാംബൂ സ്പീഷീസ് വന്ന് ഒരു 50 മുതൽ 100 വർഷം വരെ ജീവിച്ചിരിക്കുന്ന പ്ലാന്റ് ആണ്. അവർ ലൈഫിൽ ഒരു പ്രാവശ്യം മാത്രമേ പൂക്കുള്ളൂ. പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഫ്രൂട്ട്സ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്ത് അത് പെട്ടെന്ന് ഡൈ ആയി പോകും കേട്ടോ. അത് ആ ഒരു പ്രാവശ്യം പൂത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ബാംബൂ പ്ലാന്റ് നശിച്ചു പോകും. അപ്പൊ നമുക്ക് ഒരു 50-100 വർഷമൊക്കെ ജീവിച്ചിരിക്കുന്ന കാണാം. ഇതിനോടകം ഇപ്പൊ 50 വർഷം കഴിയുമ്പോൾ പൂക്കുകയാണെങ്കിൽ പിന്നെ 50 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് സർവൈവ് ചെയ്യില്ല. അത് 100 വർഷത്തിനടുത്താണ് പൂക്കുന്നതെങ്കിൽ അത് പൂത്ത് കഴിഞ്ഞാൽ പിന്നെ അത് ചത്തുപോകും. അങ്ങനെയാണ് 50 to 100 ഇയേഴ്സ് ഒക്കെ ഈ ബാംബൂ പ്ലാന്റ് ജീവിച്ചിരിക്കുന്നതാണ്. അത് പൂത്ത് കഴിഞ്ഞ് അതിന് കായ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ ഇല്ലിയരി അല്ലെങ്കിൽ മുളയരി എന്നൊക്കെ പറയില്ലേ, ആ സാധനം ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ പ്ലാന്റ് ചത്തുപോവുകയുള്ളൂ കേട്ടോ. അപ്പൊ അതൊരു പെരനിയൽ പ്ലാന്റ് ആണ്, പക്ഷെ അത് മോണോകാർപ്പിക് ആണ്. പെരനിയൽ പ്ലാന്റ് ആണ്, അതേപോലെ തന്നെ മോണോകാർപ്പിക് ആണ്. മോണോകാർപ്പിക് എന്ന് പറഞ്ഞാൽ ഒറ്റ പ്രാവശ്യം മാത്രം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റിനെയാണ് നമ്മൾ മോണോകാർപ്പിക് പ്ലാന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ബാംബു എന്താണ്? ഒരു മോണോകാർപ്പിക് പ്ലാന്റ് ആണ്. ബാംബു ഈസ് എ മോണോകാർപ്പിക് പ്ലാന്റ്. ഒരിക്കൽ മാത്രം ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്ലാന്റ് ആണ് ബാംബു എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രോബിലാന്തസ് കുന്തിയാന എന്ന് പറയുന്ന പ്ലാന്റ്, അതായത് നീലക്കുറിഞ്ഞി എന്ന് നമ്മൾ പറയില്ലേ, ഈ നീലക്കുറിഞ്ഞി ഇതേപോലെ തന്നെയാണ് കേട്ടോ. നീലക്കുറിഞ്ഞി 10-12 വർഷം ജീവിച്ചിരിക്കും. 12 വർഷം കഴിയുമ്പോഴാണ് ഇത് ആദ്യമായിട്ട് അതിന്റെ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് ചത്തുപോകും. സോ ഹിയർ വി നോ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് അത് പൂക്കുന്നത്. നമ്മള് നീലക്കുറിഞ്ഞി പൂത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു നീല കളറിലുള്ള ഒരു ഹിൽ ഏരിയ ഫുള്ള് നീല കളറിൽ ഉണ്ടാകുന്നതാണ്. അതായത് ആ നീലക്കുറിഞ്ഞി എല്ലാം കൂടെ ഒരുമിച്ച് പൂക്കുന്ന 12 വർഷം കഴിയുമ്പോൾ അതെന്താ എല്ലാം കൂടെ ഒരുമിച്ച് പൂക്കുന്നതെന്ന് അറിയാം. ഒരിക്കൽ അത് പൂത്ത് അതിന്റെ ഫ്രൂട്ടും സീഡും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സീഡ് വീണിട്ട് അടുത്തത് മുളച്ച് വരുന്നത്. അപ്പൊ ഏകദേശം ആ ഒരു ഏരിയയിലുള്ള എല്ലാ പ്ലാന്റിനും ഒരു പ്രായമായിരിക്കും. അപ്പൊ ഒരു 10-12 വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ അത് പൂക്കുകയും കായ്ക്കുകയും ചെയ്യും. അപ്പൊ അത് പൂക്കുമ്പോൾ എല്ലാം കൂടി ഒരുമിച്ച് പൂക്കും. അപ്പൊ നല്ല ഭംഗിയായിരിക്കും. അത് ടൂറിസ്റ്റിനെയൊക്കെ ഒരുപാട് അട്രാക്ട് ചെയ്തിട്ടുള്ളതാണ് സെപ്റ്റംബർ ഒക്ടോബർ 2006 ഇതേപോലെ നീലക്കുറിഞ്ഞി പൂത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 2018 നീലക്കുറിഞ്ഞി പൂത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നീലക്കുറിഞ്ഞി പൂക്കുന്നത് സാധാരണ തമിഴ്നാട്, കേരള, കർണാടക ഹിൽ ഏരിയയിലൊക്കെയാണ് ഈ നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നമുക്കറിയാലോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത്, അതുപോലെ തമിഴ്നാട്ടിലും. അതിനകത്ത് കേരളത്തില് 2018 നല്ല വെള്ളപ്പൊക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് 2018 ഈ പറയുന്ന നീലക്കുറിഞ്ഞി പൂത്തത് അത്ര വലിയ അട്രാക്റ്റീവായിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരു ബ്ലൂ സ്ട്രെച്ച് ആയിട്ട് കംപ്ലീറ്റ് ഹിൽ ഏരിയ ഒരു ബ്ലൂ സ്ട്രെച്ച് ആയിട്ട് കാണാൻ കഴിയുന്നു. അത് ടൂറിസ്റ്റിനെ വല്ലാതെ അട്രാക്ട് ചെയ്തതാണ് ആ ഒരു നീലക്കുറിഞ്ഞി പൂക്കുന്ന ആ ഒരു സീസൺ കേട്ടോ. അപ്പോൾ see here, as many of you would know, this plant flowered during September October 2006. 2006 അത് ഒരിക്കൽ പൂത്തതാണ്. ഇതിന്റെ ഒരു മാസ് ഫ്ലവറിംഗ് ലാർജ് ട്രാക്ക് ഓഫ് ഹില്ലി ഏരിയാസ് ഇൻ കേരള, കർണാടക ആൻഡ് തമിഴ്നാട് ഇൻടു ബ്ലൂ സ്ട്രെച്ചസ്. അതായത് ഹില്ലി ഏരിയ കേരളത്തിലും കർണാടകയിലും തമിഴ്നാട്ടിലും ഒക്കെ ഉള്ള ഹില്ലി ഏരിയനെയൊക്കെ ബ്ലൂ സ്ട്രെച്ചസ് ആക്കി മാറ്റി ടൂറിസ്റ്റിനെയൊക്കെ ഒരുപാട് അട്രാക്ട് ചെയ്തതാണ് ഈ ഒരു ഏരിയയിലേക്ക് ബിക്കോസ് ഓഫ് ദിസ് നീലക്കുറിഞ്ഞി. അപ്പൊ
അപ്പൊ നീലക്കുറിഞ്ഞി മോണോകാർപ്പിക് പ്ലാന്റ് ആണ്, ഈവൻ ദോ ഇറ്റ് ഈസ് എ പെരനിയൽ പ്ലാന്റ് കേട്ടോ. അത് രണ്ടും അൺയൂഷ്വൽ ഫിനോമിനോൺ കാണിക്കുന്നതാണ്. ഇനി ആനിമൽസിന്റെ കേസിലാണെങ്കിൽ ജുവനൈൽ ഫേസ് ഫോളോ ചെയ്യുന്ന മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ് കാണാൻ പറ്റും റീപ്രൊഡക്റ്റീവ് ബിഹേവിയർ കാണിക്കുന്നതിന് മുമ്പ് അല്ലെ. നമുക്ക് ഇപ്പോൾ ഹ്യൂമൻ ബീങ്സിന്റെ കേസിലൊക്കെ ആണെങ്കിൽ മോർഫോളജിക്കൽ ആൻഡ് ഫിസിയോളജിക്കൽ ചേഞ്ചസ്, ഫീമെയിലിന്റെ കേസിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും, അതുപോലെ അവരുടെ സൗണ്ട് ഒക്കെ കുറച്ചും കൂടെ എന്താ പറയാ ഷാർപ്പായിട്ട് വരും, അതേപോലെ കുറെ മോർഫോളജിക്കൽ ഫീച്ചേഴ്സ് ഒക്കെ ചേഞ്ച് ചെയ്യും. അതുപോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ബോഡി ഫംഗ്ഷൻസിലൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. അതേപോലെ തന്നെയാണ് മെയിലിന്റെ കേസിൽ മുസ്റ്റാച്ച് ഒക്കെ പതുക്കെ വളരാൻ തുടങ്ങും, അതേപോലെ അവരെ മസിലൊക്കെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും. ഇങ്ങനെ കുറെ ചേഞ്ചസ് മെയിലിന്റെ കേസിലും കാണാൻ കഴിയും. അതുപോലെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഫങ്ഷൻസ് ഒക്കെ, അതായത് ടെസ്റ്റിസിനകത്ത് സ്പേംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. അങ്ങനത്തെ കുറെ ഫിസിയോളജിക്കൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും റീപ്രൊഡക്റ്റീവ് ബിഹേവിയറിന്റെ ഭാഗമായിട്ട് കേട്ടോ. അതേപോലെ തന്നെ ഈ റീപ്രൊഡക്റ്റീവ് ഫേസും ആനിമൽസിന്റെ കേസിൽ ആണെങ്കിലും റീപ്രൊഡക്റ്റീവ് ഫേസ് ഡിഫറെന്റ് ഓർഗാനിസത്തിലെ വേരിയബിൾ ഡ്യൂറേഷനിലാണ് കാണുന്നത്. അതായത് ചില ഓർഗാനിസം പെട്ടെന്ന് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യും, ചില ഓർഗാനിസം വളരെ പതുക്കെയാണ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നത്. അതിന് എക്സാമ്പിളാണ് ഹ്യൂമൻ ബീങ്സ്. ഇനി നോക്കിക്കോ, ഈ പാരഗ്രാഫ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒബ്സർവ് എ ഫ്യൂ ട്രീ ഇൻ യുവർ ഏരിയ. ഡു ദേ ഫ്ലവർ ഡ്യൂറിംഗ് ദ സെയിം മന്ത് ഇയർ ആഫ്റ്റർ ഇയർ? വൈ ഡു യു തിങ്ക് ദ അവൈലബിലിറ്റി ഓഫ് ഫ്രൂട്ട്സ് ലൈക്ക് മാംഗോ, ആപ്പിൾ, ജാക്ക് ഫ്രൂട്ട് എക്സെട്ര ഈസ് seasonal? Are there some plants that flower throughout the year and some others that show seasonal flowering? Plants the annual and biennial type show clear-cut vegetative, reproductive and senescent phases, but in perennial species it is very difficult to clearly define these phases. A few plants exhibit unusual flowering phenomenon. Some of them, such as bamboo species, flowers only once in their lifetime, generally after 50 to 100 years, produce large number of fruits and die. Another plant, Strobilanthes kuntiana, that is Neelakurinji, flowers once in 12 years. As many of you would know, this plant flowered during September-October 2006. Its mass flowering transformed large tract of hilly areas in Kerala, Karnataka and Tamil Nadu into blue stretches and attracted a large number of tourists. In animals, the juvenile phase is followed by morphological and physiological changes prior to active reproductive behavior. The reproductive phase is also of വേരിയബിൾ ഡ്യൂറേഷൻ ഇൻ ഡിഫറെന്റ് ഓർഗാനിസം. ഓക്കെ, ഇനി നമുക്ക് ഹ്യൂമൻ ബീങ്സിൽ എന്തൊക്കെ ചേഞ്ച് ആണ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ എന്നുള്ളത് നമുക്ക് അതിന്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഓരോ ഓർഗാനിസത്തിലും റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുന്നുണ്ട്, നമുക്ക് മനസ്സിലാവും. ക്യാൻ യു ലിസ്റ്റ് ദ ചേഞ്ചസ് സീൻ ഇൻ ഹ്യൂമൻ ബീങ്സ് ദാറ്റ് ആർ ഇൻഡിക്കേറ്റീവ് ഓഫ് റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി? റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്നതിനുള്ള ചേഞ്ചസ് ഹ്യൂമൻ ബീങ്സിൽ നോക്കിയാൽ മെയിലിലെ റീപ്രൊഡക്റ്റീവ് മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുമ്പോൾ മെയിലിന്റെ കേസിൽ മുസ്റ്റാച്ച് ഉണ്ടാവും, അതുപോലെ തന്നെ മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്തു തുടങ്ങും, അതുപോലെ ബോഡി ഹെയർസ് കുറച്ചും കൂടെ പ്രോമിനന്റ് ആയിട്ട് കണ്ടു തുടങ്ങും, പ്യൂബിക് റീജിയനിൽ വന്നിട്ട് ഹെയറിന്റെ ഗ്രോത്ത് ഉണ്ടാവും, അതുപോലെ ആംപിറ്റ് ഹെയർ ഗ്രോത്ത് ഉണ്ടാവും, അതേപോലെ സൗണ്ടിൽ വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ കുറേ ഇത് മെയിലിൽ ചേഞ്ചസ് കാണാം. അതേപോലെ തന്നെ ഫീമെയിലിന്റെ കേസിലാണെങ്കിൽ അവരുടെ സൗണ്ട് കുറച്ചും കൂടെ ഷാർപ്പായിട്ട് വരും, അതേപോലെ ബ്രസ്റ്റിന്റെ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതേപോലെ അവർ എന്താണ് പല ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സും, അതായത് ദ ഡെവലപ്മെന്റ് ഓഫ് ദറ്റ് വാട്ട് ടു സേ ഷേപ്പ് ഓഫ് ദ ബോഡി ആൻഡ് ഓൾ, അതായത് നമ്മുടെ എന്താ പറയുക ഈ ബട്ടോക്ക് റീജിയൻ ഒക്കെ ഉണ്ടല്ലോ അത് കുറച്ച് എൻലാർജ് ആവും, സർവിക്കൽ റീജിയൻ കുറച്ച് എൻലാർജ് ആവും. അങ്ങനെ കുറെ ആ ഒരു ബോഡി ഷേപ്പ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഈ പറയുന്ന മെച്യൂരിറ്റി അറ്റൈൻ ചെയ്യുന്ന ആ ഒരു സമയത്താണ് കേട്ടോ. ഇനി ആനിമൽസിന്റെ കേസിൽ ലൈക്ക് ബേർഡ്സ് ഒക്കെ അവർ സെക്ഷൽ മെച്യൂരിറ്റി അറ്റൈൻ ചെയ്തു എന്ന് കാണുന്നത് മനസ്സിലാവുന്നത് അവർ മുട്ടയിട്ട് തുടങ്ങുമ്പോഴാണ്. അത് സീസണൽ ഫിനോമിനോൺ ആണോ ശരിക്കും? ആനിമൽസ് ലൈക്ക് ഫ്രോഗ്സ് ആൻഡ് ലിസാർഡ് ഇവരൊക്കെ സീസണലി ആണോ മുട്ടയിടുന്നതെന്ന് ചോദിച്ചാൽ നാച്ചുറലി ബേർഡ്സ് മുട്ടയിടുന്നത് സീസണലി ആണ് കേട്ടോ. അതല്ലാതെ ബേർഡ്സിനെ ക്യാപ്റ്റിവിറ്റിയിൽ നമ്മൾ പോൾട്രി ഫാമിലൊക്കെ വളർത്തുന്ന ബേർഡ്സ് അവർ മുട്ടയിടുന്നത് ത്രൂ ഔട്ട് ദ ഇയർ മുട്ടയിടും. കാരണം എന്താണ്, അതിന് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന, അതുകൊണ്ട് എപ്പോഴും ഇൻഡ്യൂസ് ചെയ്തിട്ട് മുട്ടയിടും. പക്ഷെ നാച്ചുറലി മുട്ടയിടുന്ന ബേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ അവരുടെ എഗ് സൈഗോട്ടായിരിക്കും. പക്ഷെ ഈ ബേർഡ്സ് അണ്ടർ ക്യാപ്റ്റിവിറ്റി വളർത്തുന്ന ബേർഡ്സിന്റെ മുട്ട എന്ന് പറയുന്നത് അത് ജസ്റ്റ് ഗ്യാമീറ്റാ, ഓവം ആണ്, അതൊരിക്കലും ഫെർട്ടിലൈസ്ഡ് ഓവം അല്ല കേട്ടോ. അവിടെ എന്താ റീപ്രൊഡക്ഷന് വേണ്ടിയിട്ടല്ല, നമ്മൾ നമ്മുടെ ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ട് കൊമേഴ്ഷ്യൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണ് ഈ ബേർഡ്സിനെ
ബേർഡ്സിനെ വളർത്തുന്നത് കേട്ടോ. അത് ലേയിങ് എഗ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റീപ്രൊഡക്ഷൻ ബട്ട് ഇറ്റ് ഈസ് എ കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ഫോർ ഹ്യൂമൻ വെൽഫെയർ. ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള ഒരു കൊമേഴ്ഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ ആണ് ബേർഡ്സിനെ മുട്ടയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ പ്ലാസന്റൽ മാമൽസിൽ നമുക്ക് സൈക്ലിക്കൽ ചേഞ്ചസ് കാണാൻ പറ്റും. ഓക്കെ, അത് ഓവറിയുടെയും അതുപോലെ തന്നെ ആക്സസറി ഡക്റ്റിന്റെയും അതായത് യൂട്രസിന്റെ ഒക്കെ സൈക്ലിക്കൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. റീപ്രൊഡക്റ്റീവ് ഫേസിൽ ഹോർമോണൽ ചേഞ്ചസ് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ഓർഗാനിസത്തിൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുന്നതെന്ന് നോക്കാം. മാമൽസിന്റെ കേസിൽ മാമൽസിനെ നമുക്ക് രണ്ട് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് നോൺ പ്രൈമേറ്റ്സും ഒന്ന് പ്രൈമേറ്റ്സും ആണ് കേട്ടോ. നോൺ പ്രൈമേറ്റ്സ് എന്ന് പറയുന്നത് കൗവ്, ഷീപ്പ്, റാറ്റ്, ഡിയേഴ്സ്, ഡോഗ്, ടൈഗർ എക്സെട്ര ഈ തരത്തിലുള്ള ഓർഗാനിസത്തെയാണ് നമ്മൾ നോൺ പ്രൈമേറ്റ് എന്ന് പറയുന്നത്. ഇനി നോൺ പ്രൈമേറ്റിനെ കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ റീപ്രൊഡക്റ്റീവ് സൈക്കിൾ എന്ന് പറയുന്നത് ഈസ്ട്രസ് സൈക്കിളാന്ന് പറയാം. ഈസ്ട്രസ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇപ്പോൾ ദേ പ്രൊഡ്യൂസസ് ദ ഓവം, അവർ ഓവം പ്രൊഡ്യൂസ് ചെയ്യും. ഓവുലേഷൻ കഴിഞ്ഞ് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മെൻസ്ട്രൽ സൈക്കിളാണ് ഹ്യൂമൻ ബീങ്സിൽ നടക്കുക. ഇവിടെ ഓവുലേഷൻ കഴിഞ്ഞിട്ട് ഫെർട്ടിലൈസേഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ യൂട്രസ്, ദേ ഓൾസോ വിൽ ബി ഹാവിങ് യൂട്രസ് അല്ലേ. ഈ ഷീപ്പിനും റാറ്റിനും ഡിയറിനും അതുപോലെ കൗവിനും ഒക്കെ യൂട്രസ് ഉണ്ട്. ആ യൂട്രസ് ഷെഡ് ഓഫ് ചെയ്യും. പക്ഷേ ഷെഡ് ഓഫ് ചെയ്ത് മെനിസ്ട്രൽ ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് വരില്ല, അത് ബോഡിയിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുകയാണ് ചെയ്യുക. അപ്പൊ ആ ഈസ്ട്രൽ സൈക്കിളിൽ ശരിക്കും മെനിസ്ട്രൽ ബ്ലീഡിങ് ഉണ്ടാവില്ല കേട്ടോ. മെനിസ്ട്രൽ ബ്ലീഡിങ് ഇല്ലാതെ സൈക്ലിക്കൽ ചേഞ്ചസ് നടക്കുന്ന ഓർഗാനിസത്തിനെ നമ്മൾ നോൺ പ്രൈമേറ്റ് മാമൽസിലാണ് ഉൾപ്പെടുത്തുന്നത്. കൗവ്, ഷീപ്പ്, റാറ്റ്, ഡിയേഴ്സ്, ഡോഗ്, ടൈഗർ ഒക്കെ ഈ ഗ്രൂപ്പിൽ വരുന്ന കേട്ടോ. അതേപോലെ തന്നെ പ്രൈമേറ്റ്സ് എന്ന് പറയുന്ന മങ്കി, എയ്പ്പ്, ഹ്യൂമൻ ബീങ്സ് ഒക്കെയാണ്. അവർ മെനിസ്ട്രൽ സൈക്കിളാണ് കാണിക്കുന്നത്. അതായത് മെനിസ്ട്രൽ ബ്ലീഡിംഗ് കാണിക്കും. മെനിസ്ട്രൽ ബ്ലീഡിംഗ് കാണിക്കുന്ന പറഞ്ഞാൽ ഓവുലേഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്രസ് എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു സൈഗോട്ടിനെയാണ്. അപ്പൊ ആ സൈഗോട്ട് വന്നില്ല എന്നുണ്ടെങ്കിൽ ആ യൂട്രസിന്റെ എൻഡോമെട്രിയം വോള് ഷെഡ് ഓഫ് ആയി പോകും. ആ ഷെഡ് ഓഫ് ആയ എൻഡോമെട്രിയം വോള് ബ്ലീഡിംഗ് ആയിട്ട് പുറത്തേക്ക് പോകും. അത് ബോഡിയിലേക്ക് റീഅബ്സോർബ് ചെയ്യുന്നില്ല. അതിനെയാണ് മെനിസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത്. മെനിസ്ട്രൽ സൈക്കിൾ സാധാരണയായിട്ട് മങ്കിയിലും എയ്പ്പിലും ഹ്യൂമൻസിലും ഒക്കെയാണ്. അപ്പൊ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത ഓവം ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് മെനിസ്ട്രൽ സൈക്കിളിന്റെ ഒപ്പം തന്നെ ആ ഓവം ഡീഗ്രേഡ് ചെയ്ത് പോവുകയാണ് ചെയ്യുക. ഈസ്ട്രസ് സൈക്കിളിന്റെ ഓവം ഡീഗ്രേഡ് ചെയ്ത് ബോഡിയിലേക്ക് എന്താ പറയാ ഫിൽട്രേഷൻ ചെയ്തത് ഇംപ്യൂരിറ്റീസ്, നൈട്രോജനസ് വേസ്റ്റ് ഒക്കെ റിമൂവ് ചെയ്യില്ലേ, ആ ഒരു സമയത്ത് അതവിടെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുക ഈസ്ട്രസ് സൈക്കിളിൽ അതിന്റെ ഓവത്തിന്. പക്ഷെ മെനിസ്ട്രൽ സൈക്കിളിലെ ഓവം പുറത്തേക്ക് പോകുന്ന മെനിസ്ട്രൽ ബ്ലീഡിംഗ് വഴിയായിരിക്കും കേട്ടോ. അതേപോലെ പല മാമൽസും നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വൈൽഡ് കണ്ടീഷനിൽ ജീവിക്കുന്ന പല മാമൽസും ഫേവറബിൾ സീസണിലാണ് അവർ റീപ്രൊഡക്റ്റീവ് പ്രോസസ് കാണിക്കുന്നത്. ഫേവറബിൾ സീസൺ വരുമ്പോൾ മാത്രമാണ് അവർ റീപ്രൊഡക്റ്റീവ് പ്രോസസ് കാണിക്കുന്നത്. അതിനെ നമ്മൾ സീസണൽ ബ്രീഡേഴ്സ് എന്ന് പറയാം. അതേപോലെ തന്നെ പല മാമൽസും ദേ വിൽ ബി റീപ്രൊഡക്റ്റീവ്ലി ആക്റ്റീവ് ത്രൂ ഔട്ട് ദ റീപ്രൊഡക്റ്റീവ് ഫേസ്. അതിന് നമ്മൾ കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് എന്ന് പറയും. അപ്പൊ ഹ്യൂമൻ ബീങ്സ് ഒരു കണ്ടിന്യൂസ് ബ്രീഡേഴ്സ് ആണ് കേട്ടോ. ഇനി ഡോഗ്സിന്റെ ഒക്കെ കേസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ സീസണൽ ബ്രീഡേഴ്സ് ആണ്. ഒരു പർട്ടിക്കുലർ ടൈമിലാണ് അവർ റീപ്രൊഡക്ഷൻ ഇത് കാണിക്കുക. ഓക്കെ, ഇനി ഇത്രയും ഭാഗം ഒന്ന് വായിച്ചു നോക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത് നോക്കാം. See here, among animals, for example, birds, do they lay egg all throughout the year, or is it a seasonal phenomenon? What about other animals like frogs and lizards? You will notice that birds living in nature lay eggs only seasonally. അതേപോലെ തന്നെയാണ് ഫ്രോഗും ലിസാർഡും കേട്ടോ. However, birds in captivity, as in poultry farm, can be made to lay egg throughout the year. In this case, laying egg is not related to reproduction, but is a commercial exploitation for human welfare. The females of placental mammals exhibit cyclical changes in the activities of ovaries and accessory ducts as well as hormones during the reproductive phase. In non-primate mammals like cow, sheep, rat, deers, dog, tiger, etc., such cyclical changes during reproduction are called as estrous cycle. Non-primates estrous cycle ആണ് കാണിക്കുന്നത്. Whereas in primates like monkey, apes and humans, it is called menstrual cycle. Many mammals, especially those living in natural wild conditions, exhibit such cycles only during favorable season in their reproductive phase and are therefore called as seasonal breeders. Many other mammals are reproductively active throughout their reproductive phase and hence are called as continuous breeders. Continuous breeders, human beings continuous breeders ആണ്. Dogs ഒരു seasonal breeder ആണ് കേട്ടോ. Now,
നമ്മൾ റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി അറ്റൈൻ ചെയ്ത ഓരോ ഓർഗാനിസവും അത് ഏജ്ഡ് ആവും. ഓക്കെ, എന്താണ് ഒരു ഓർഗാനിസം ഈസ് സേയിങ് ആസ് ഗ്രോയിങ് ഓൾഡ്? റീപ്രൊഡക്റ്റീവ് പ്രോസസ്സ്, റീപ്രൊഡക്റ്റീവ് ഫേസിന്റെ എൻഡിനെയാണ് നമ്മൾ ഈ സെനിസൻസ് അല്ലെങ്കിൽ ഓൾഡ് ഏജിന്റെ പാരാമീറ്റർ ആയിട്ട് കണക്കാക്കുന്നത്, അതിന്റെ ബിഗിനിങ് ആയിട്ട് കണക്കാക്കുന്നത്. ഓക്കെ, ഇവിടെ ബോഡിയിലൊക്കെ ഒരു കുറേ ചേഞ്ചസ് ഒക്കെ നടക്കും. അതായത് സ്ലോയിങ് ഓഫ് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ സ്ലോ ഡൗൺ ആവും. അത് ലൈഫ് സ്പാനിന്റെ ലാസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ. ആ ഓൾഡ് ഏജ് ലാസ്റ്റ് എത്തുന്നത് ഡെത്തിലാണ്. പ്ലാന്റ്സിന്റെ കേസിലാണെങ്കിലും ആനിമൽസിന്റെ കേസിലാണെങ്കിലും ഹോർമോൺസ് ഈ ട്രാൻസിഷന് റെസ്പോൺസിബിൾ ആണ്. ഈ 3 ഫേസസിന്റെയും ട്രാൻസിഷന്, അതായത് ഹോർമോൺസിന്റെ ആക്ടിവിറ്റി കൊണ്ടാണ് ഒരു ജുവനൈൽ ഫേസിൽ നിന്ന് അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് ഫേസിൽ നിന്ന് റീപ്രൊഡക്റ്റീവ് ഫേസിലേക്ക് എത്തുന്നതും റീപ്രൊഡക്റ്റീവ് ഫേസിൽ നിന്ന് സെനിസൻസ് അല്ലെങ്കിൽ ഏജ് സ്റ്റേജിലേക്ക് എത്തുന്നതും. അപ്പൊ ഇതിന് ഹോർമോണിന് ഒരു നല്ല പങ്കുണ്ട്. അതേപോലെ തന്നെ ഹോർമോൺസും എൻവറോൺമെന്റൽ ഫാക്ടേഴ്സും കൂടി കൂടിയിട്ട് ഇന്ററാക്ട് ചെയ്താണ് ഈ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ, അതുപോലെ തന്നെ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെയൊക്കെ റെഗുലേറ്റ് ചെയ്യുന്നതും. അതേപോലെ തന്നെ ബിഹേവിയറൽ എക്സ്പ്രഷൻ ഓഫ് ഓർഗാനിസം, ആ റീപ്രൊഡക്റ്റീവ് പ്രോസസ്സിനെ അസോസിയേറ്റ് ആയിട്ടുള്ള ബിഹേവിയറൽ ചേഞ്ചസും ഒക്കെ വരുന്നത് ഈ പറയുന്ന ഹോർമോണൽ ആക്ടിവിറ്റി കൊണ്ടും എൻവറോൺമെന്റൽ ഫാക്ടേഴ്സും കൊണ്ടും ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയൊന്ന് വായിച്ചു നോക്കാം. ദാറ്റ് വി ഓൾ ഗ്രോ ഓൾഡ് ഇഫ് വി ലിവ് ലോങ് ഇനഫ് ഈസ് സംതിങ് ദാറ്റ് വി റെക്കഗ്നൈസ്. ബട്ട് വാട്ട് ഈസ് മീൻ by growing old? The end of the reproductive phase can be considered as one of the parameters of senescence or old age. There are concomitant changes in the body like slowing of metabolism, etc. during this last phase of lifespan. Old age ultimately leads to death. In both plants and animals, hormones are responsible for the transition between the 3 phases. Interaction between the hormones and certain environmental factors regulate the reproductive process and the associated behavioral expression of organisms. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പഠിക്കുന്നത്. ഇനി നമുക്ക് ഈവൻസ് ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നമുക്ക് സെഷൻ 4 പഠിക്കാം കേട്ടോ. അപ്പൊ ഇത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. വി വിൽ വൈൻഡ് അപ്പ് ദ ക്ലാസ് ഹിയർ.